സായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ. ഒരിക്കലും ലോകാവസാനം സംഭവിക്കുന്നില്ല എന്റെ ഉമ്മത്ത് ബഹുദൈവാരാധകരുമായി ചെന്നു ചേരുന്നതുവരെ. എന്റെ ഉമ്മത്ത് വിഗ്രഹങ്ങളെ തന്നെ ആരാധിക്കുന്ന ഘട്ടം വരും. മുസ്ലിം ഉമ്മത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്തുകൾ ഒരു ഭാഗത്ത് ഉരുവിടുകയും അതേസമയം വിഗ്രഹങ്ങളെ തന്നെ പൂജിക്കുന്ന അവസ്ഥ കടന്നു വരികയും ചെയ്യും എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുകയാണ്. എന്റെ ഉമ്മത്ത് ശരിയായ ദിശയിൽ നിന്ന് വഴിതെറ്റി. സതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല. എന്റെ ഉമ്മത്തി 73 മില്ലത്തുകളായി പിരിയും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ. ഒരു മില്ലത്തൊഴികെ എല്ലാവരും നരകത്തിലാണ്. ഏതാണ് ആ ഒരു മില്ലത്ത് എന്ന് സ്വഹാബത്തിന് അറിയണം. അൽ ജമാഅത്ത്, ആ സംഘം പ്രവാചകൻ വളർത്തിയെടുത്ത സ്വഹാബത്തിനെ സംബന്ധിച്ച് പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. നിങ്ങൾക്കറിയാമോ, നമ്മുടെ വിശ്വാസം വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത സ്വഹാബത്തിന്റെ സമൂഹത്തിൽ എപ്രകാരമാണോ കണ്ടത് ആ രൂപത്തിൽ സ്വീകരിക്കണം. ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ. നിങ്ങൾ വിശ്വസിച്ചതുപോലെയാണ് അവരും വിശ്വസിക്കുന്നത് എങ്കിൽ അവർ ഹിദായത്തിലായേനെ. വഇൻ തവല്ലൂ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്. നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് അവർ തിരിഞ്ഞു കളഞ്ഞാൽ അവർ കക്ഷിത്വത്തിൽ അകപ്പെട്ടതു തന്നെ. സ്വഹാബത്തിനെ സംബന്ധിച്ച് സൂറത്തുൽ ബഖറയിലെ 137-ാമത്തെ ആയത്തിൽ കാണാം. അതുകൊണ്ട് എങ്ങനെയാണ് ഏകദൈവാരാധന നിർവഹിക്കേണ്ടത് എന്നും എങ്ങനെയാണ് ഇസ്ലാമിന്റെ മുഴുവൻ ആദർശങ്ങളെന്നും എവിടെയാണ് വ്യതിയാനങ്ങൾ സംഭവിക്കുക എന്നും തിരിച്ചറിയണമെങ്കിൽ സ്വഹാബത്തിന്റെ വിശ്വാസവുമായി നമ്മുടെ വിശ്വാസത്തെ മാറ്റുരച്ചു നോക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും യഥാർത്ഥ മാതൃകാ സമൂഹമായി സ്വഹാബത്തിനെ അവതരിപ്പിച്ചു. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ്. അപ്രകാരം നിങ്ങളെ നീതിയുടെ അതേപോലെ മധ്യമമായ ഒരു സമൂഹമായി നാം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചു. എന്തിനു വേണ്ടി? ലിതകൂനൂ ശുഹദാ അലന്നാസ്. അവരാണ് നിങ്ങൾക്ക് മാതൃകയാകേണ്ടത്. വയകൂന റസൂലു അലൈക്കും ഷഹീദ. റസൂലാണ് അവർക്ക് മാതൃകയാകേണ്ടത്. അങ്ങനെ പ്രവാചകന്റെ മാതൃകയിൽ നിന്ന് ഇസ്ലാമിന്റെ ആദർശവും സംസ്കാരവും ഉൾക്കൊണ്ട സ്വഹാബത്ത് അന്തിമ നാൾ വരെയുമുള്ള ജനങ്ങൾക്ക് മാതൃകയാണ് എന്നും അതുകൊണ്ട് അവർ വിശ്വസിച്ചതുപോലെയാണ് വിശ്വസിക്കേണ്ടത് എന്നും അവരുടെ സംസ്കാരമാണ് ഇസ്ലാമിന്റെ സംസ്കാരമെന്നും അവർ നന്മയായി കണ്ടതാണ് ഇസ്ലാമിന്റെ നന്മയെന്നും അവർ തിന്മയായി കണ്ടത് തിന്മയായതിനാൽ വർജിക്കണമെന്നും വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് മക്കയിലുണ്ടായിരുന്ന ബഹുദൈവാരാധകരുമായി അവർ വേറിട്ടത് എന്ന് കൃത്യമായി നാം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബികൾക്കിടയിൽ വിഗ്രഹാരാധന പദ്ധതിനെ കുറിച്ച് ചിന്തിക്കാൻ പ്രത്യേകമായി പ്രേരിപ്പിച്ചു. അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വമനാത സാലിസത്തൽ ഉഖറ. ലാത്തയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതേപോലെ തന്നെ ഉസ്സയെ പറ്റി ആലോചിച്ചോ? ആ മറ്റേ മൂന്നാമത്തെ മനാത്തിനെ പറ്റി ചിന്തിച്ചോ? അതുകൊണ്ട് ചിന്തിക്കണം. ലാത്ത് ഞാൻ സൂചിപ്പിച്ചു, മഹാനായിരുന്നു. മരണപ്പെട്ടു പോയപ്പോൾ അംർ എന്നു പേരുള്ള ഒരു ഖുസാ ഗോത്രക്കാരൻ വന്നിട്ട് ഇന്നഹു ലം യമുത്, അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് പ്രഖ്യാപിച്ച് മരിച്ചവരും ജീവിച്ചവരും സമമാണ് എന്ന ഒരു പിഴച്ച മുദ്രാവാക്യവുമായി ലാത്തയെ വിളിച്ചു പ്രാർത്ഥിച്ചു. ലാത്തയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കാണാം മഖ്ബറകളുടെ മഖ്ബറ പൂജയുടെ പ്രതീകമാണ് ലാത്ത്. ഉസ്സ എന്നാൽ ഒരു മരമാണ്. നമ്മുടെ നാട്ടിൽ പുത്തരിപ്പാടത്തും തളിപ്പറമ്പിലും മറ്റു പല പ്രദേശങ്ങളിലും ഏതെങ്കിലും ഒരു മഹാൻ വിശ്രമിക്കുകയോ സ്പർശിക്കുകയോ ചെയ്യുന്ന മരത്തെ പൂജിക്കുന്ന സമ്പ്രദായമുണ്ടല്ലോ. ഇതേപോലെ ജാഹിലിയ കാലത്ത് ഒരു മഹാൻ സ്പർശിച്ച വിശ്രമിച്ച ഒരു മരം ഉസ്സ, ആ മരത്തെ പൂജിക്കുന്ന സമ്പ്രദായം. അതേപോലെ മനാത്ത് ഒരു പാറക്കല്ലാണ്. നാട്ടുകല്ലിലെ മീസാൻ കല്ലുകളെയും അതുപോലുള്ള മറ്റു കല്ലുകളെയും ഒക്കെ പൂജിക്കുന്നവർ ഒരു മഹാൻ സ്പർശിച്ചു, ഇരുന്നു, മറമാടപ്പെട്ടു എന്നിങ്ങനെയുള്ള കാരണം കൊണ്ട് കല്ലുകളെ പൂജിക്കുന്ന സമ്പ്രദായം ശരിയല്ലേ? അങ്ങനെ ബഹുദൈവാരാധകരിൽ ഉണ്ടായിരുന്ന സമ്പ്രദായം എന്റെ ഉമ്മത്തിൽ തന്നെ കടന്നു വരും, അത് വരാതെ ലോകാന്ത്യം സംഭവിക്കുകയില്ല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം വേദനയോടുകൂടി നോക്കിക്കാണേണ്ടി വരുന്ന ഒരു ഗതി നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം തെളിവുകൾ ധരിച്ചുകൊണ്ട് എങ്ങനെയാണ് വിഗ്രഹാരാധന കടന്നു വരുന്നത് എന്നും അത് തൗഹീദിലേക്ക് തിരിച്ചു വരേണ്ടത് എപ്രകാരമാണ് എന്നും വളരെ വ്യക്തമായി ബോധവൽക്കരണം നടത്തുന്ന ഇത്തരം പരിപാടികൾ നിരന്തരമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, മക്കയിലുണ്ടായിരുന്ന ബഹുദൈവാരാധകർ അവർ റബ്ബിനെ ആരാധിച്ച രീതിയിൽ അതുപോലെ അള്ളാഹുവിന് പകരം മറ്റൊരു ദൈവത്തെ സങ്കല്പിച്ചുകൊണ്ടല്ല ഞങ്ങൾ മനമ്പത്തടിഞ്ഞ ബീവിയെയും മമ്പറം തങ്ങളെയും ബദരീങ്ങളെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കാറുള്ളത്. മുഹമ്മദ് നബിയെ വിളിച്ചുകൊണ്ട് അനേകമനേകം പാട്ടുകൾ, മാലപ്പാട്ടുകൾ, പ്രത്യേകിച്ച് റബീഉൽ അവൽ മാസത്തിൽ എത്രയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇസ്ലാം പഠിപ്പിച്ചത് ഖുൽ ഇന്നമാ അദൂ റബ്ബി, പറയണം ഇന്നമാ അദൂ
അഅ്ബുദു റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ. വലാ ഉശ്രികു ബിഹി അഹദ, ഞാൻ ഒരിക്കലും അവനിൽ ശിർക്ക് വെക്കുകയില്ല, ബഹുദൈവത്വവാദിയാവുകയില്ല. പ്രാർത്ഥന റബ്ബിനോട് മാത്രമേ ആകാവൂ എന്ന് പ്രഖ്യാപിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കപ്പെട്ടത്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദൂ മഅല്ലാഹി അഹദ, സുജൂദിന്റെ കേന്ദ്രങ്ങൾ, പള്ളികൾ മുഴുവൻ അല്ലാഹുവിനുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ഇത് പഠിപ്പിക്കേണ്ട മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാരെന്താ ചെയ്യുന്നത്? ഇതുപോലുള്ള വേദികളിൽ വന്നുകൊണ്ട് തങ്ങളെ തങ്ങളെ എന്ന് വിളിക്കുകയും എന്നിട്ട് ഖൗമു ആമീൻ ആമീൻ എന്ന് പറയുകയും ചെയ്യുന്നു. പരമകാരുണികനായ അല്ലാഹുവേ, എന്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കണമേ, ആമീൻ എന്ന് പറയുന്ന അതേ ഭക്തി വികാരങ്ങളോടുകൂടി മൊഹീദ്ദീൻ ഷേഖെ കാക്കണേ, തങ്ങളെ കാക്കണേ, അതേപോലെ ബീവിയെ രക്ഷിക്കണേ, ഇങ്ങനെ സിദ്ധന്മാരോടും ബീവിമാരോടും ഉമ്മമാരോടും വലിയമാരോടും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ജനത മുസ്ലിം ഉമ്മത്തിൽ തന്നെ റബ്ബിന്റെ മുന്നിൽ ഏത് ഭക്തി വികാരങ്ങളോടുകൂടി അങ്ങനെ അങ്ങേയറ്റത്തെ താഴ്മയും കീഴ്വണക്കവും മഖബറകളിൽ മറമാടപ്പെട്ടവരുടെ മുന്നിൽ, കല്ലുകളുടെയും മരങ്ങളുടെയും മുന്നിൽ അതേ തരത്തിലുള്ള ഭക്തി വികാരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അഭൗതികമായി സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ആരാധനയുടെ വകുപ്പിൽപ്പെടുന്ന അതേ പ്രാർത്ഥന, ഇസ്തിഗാസ, റബ്ബിന് മാത്രം സമർപ്പിക്കേണ്ട ആ സംഗതി നിങ്ങൾ നോക്കൂ. സർവശക്തനായ അല്ലാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ആരാധനയുടെ ഏറ്റവും നിർണായകമായ ആ പ്രാർത്ഥന പോലും ഔലിയാക്കന്മാർക്കും അമ്പിയാക്കന്മാർക്കും കൊടുക്കുകയും പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന പേരിൽ പ്രവാചകനെ തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് എത്രയെത്ര വരികളാണ്. കേവലം ഈ ഒരു മങ്കൂസ് മൗലിദ് എടുത്താൽ തന്നെ നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത വരികൾ കാണാൻ സാധിക്കും. ശറഫൽ അനാ മൗലിദിലും അശറഖ ബൈത്തിലും സലാം ബൈത്തിലും സുബ്ഹാന മൗലിദിലും ഇപ്പോഴിങ്ങനെ ഈ മൗലിദിന്റെ മാസം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി ഓരോ വീടുകളിലും ഖവലകളിലും മദ്രസയുടെ ഓരങ്ങളിലുമൊക്കെ നിരന്തരമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകൾ ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് വരാൻ പാടുള്ളതാണോ? അബ്ദുക്കൽ മിസ്കീൻ യർജു ഫളലക്കൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നദീർ. ആരെയാണ് വിളിക്കുന്നത്? അങ്ങയുടെ പാവപ്പെട്ട ഈ അടിമ, അഗതിയായ ഈ അടിമ എല്ലാ മാപ്പും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ അരികിലേക്ക് വരികയാണ്. അതേപോലെ തന്നെ താങ്കളിൽ നിന്ന് യാ ബശീർ യാ നദീർ എന്ന് വിളിച്ചുകൊണ്ട് പ്രവാചകന്റെ വിശേഷണങ്ങൾ വിളിച്ചുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്ന പ്രവാചകരെ, താക്കീതുകാരായ പ്രവാചകരെ എന്നിങ്ങനെ പറഞ്ഞ് നല്ല വിചാരവുമായി അങ്ങയുടെ മാപ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ വരുന്നു. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന നബിയെ, ഞങ്ങളെ നീ സഹായിക്കണമേ, ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് കാക്കണമേ. യാ ഗിയാസി യാ മലാദി, എന്റെ സഹായമേ, എന്റെ അവലംബമേ. ഫീ മുലിമ്മാത്തിൽ ഉമൂരി, മുഴുവൻ ദുരിതങ്ങളിൽ നിന്നും എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും കാത്തുരക്ഷിക്കുന്നവരായ പ്രവാചകരെ ഞങ്ങളെ കാക്കണമേ എന്ന് അള്ളാഹുവെ മാത്രം വിളിച്ചുകൊണ്ട് ദുരിതങ്ങൾ നീങ്ങാൻ, പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി നടത്തേണ്ട വിളിച്ചു പ്രാർത്ഥന, ആരാധന സൃഷ്ടികൾക്ക് കൊടുക്കുന്ന വേദനാജനകമായ കാഴ്ച കാണുന്നു. എന്നിട്ട് ഇത് പ്രവാചകനോടുള്ള ാണ്. പ്രവാചകൻ ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ നിയോഗിക്കപ്പെട്ടത് അതിൽ നിന്ന് തികച്ചും വിരുദ്ധമായി, അല്ലേ? ഇങ്ങനെ ഓരോ വചനങ്ങളും മാലപ്പാട്ടുകളിൽ നിന്ന് എടുത്താൽ അതിന്റെ അർത്ഥം സമൂഹത്തിന് മനസ്സിലായാൽ മാലകൾ പാടാൻ ആളെ കിട്ടുകയില്ല എന്നതുകൊണ്ടാണ് വല്ലപ്പുഴയിൽ ആ ഒരു സംവാദത്തിന് കളമൊരുങ്ങുന്നിടത്ത് നിന്ന് വലിയ അറിയപ്പെടുന്ന മുഖാമുഖ വീരന്മാർ വരെ പിന്നോട്ടടിച്ചത് എന്നറിയാം. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി കേൾപ്പിക്കട്ടെ. പ്രവാചകനെ വിളിച്ചുകൊണ്ട് റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട കാര്യം നിങ്ങൾ നോക്കൂ. ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് ഇത് വരാൻ പാടുണ്ടോ? ഇത് വരുന്ന നാവിൽ നിന്ന് നാളെ ബർസഖിൽ ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു റബ്ബി എന്ന് ഉത്തരം പറയാൻ കഴിയുമോ? സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിച്ച നാവ് കൊണ്ട് എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് ആലമിൽ ബർസഖിൽ ഉത്തരം പറയാൻ കഴിയില്ല കേട്ടോ. എന്താ വിളിക്കുന്നത്? ഫജുദിയാ റസൂലല്ലാഹ് മിൻകാ ബിറഹ്മത്തിൻ എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് മുഴുവൻ പാപങ്ങളും അറ്റമില്ലാതെ ചെയ്തിരിക്കുന്ന പാപങ്ങളിൽ നിന്ന് കരകയറ്റുക എന്ന, മാപ്പ് നൽകുക എന്ന മഹത്തായ ഔദാര്യം പ്രവാചകരെ അങ്ങയുടെ കരുണമുഖേന ഞങ്ങൾക്ക് നൽകണമേ എന്നാണ്. എന്നിട്ടിതാ റബ്ബിനോട് പറയേണ്ട അതേ വാചകം പ്രവാചകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അൻത ഗഫാറുൽ ഖതായ വസ്ദുനൂബിൽ മുബിഖാത്ത്, അങ്ങാണ് മുഴുവൻ